ശരിക്കും എൻജോയ് ചെയ്തു. നല്ല രസമുള്ള സാധനം. നന്നായിട്ട് എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. നല്ല രസമുണ്ട്. ഇതൊക്കെ ഗംഭീരമാണ്. നന്നായി. ശക്തി അഗർവാളിന്റെയും സർവാണിയുടെയും അഭിനയ കൊടുങ്കാട്ടെന്ന് പറയാം. പിന്നെ ഷാഹിൻ സിദ്ദിഖിന്റെ ഗംഭീര അഭിനയ, കോമഡി, മാസ്, ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. ഗംഭീര വരവേൽപ്പുണ്ട്. നല്ല സൂപ്പർ കോമഡി ഫിലിമാണ് കേട്ടോ. കോമഡി ഒരു എന്താ പറയാ, നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. കൊള്ളാം. മോശം തോന്നും, പക്ഷേ ഈ സിനിമ കാണുമ്പോൾ അറിയാം ബെസ്റ്റ് ചെയ്യുന്നതെന്ന്. ഒരു ഭർത്താവിനും കാമുവിനും ചെയ്യാൻ പറ്റാത്തത് പല കാര്യങ്ങളും നമുക്ക് ബെസ്റ്റിയോട് പറയാം. ഇയാള് ഒരുപാട് പേരുടെ ബെസ്റ്റിയാണ് ഈ അഭിലാഷ് അട്ടായം, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഈ പടം കാണുമ്പോൾ അറിയാം ബെസ്റ്റ് എന്നുള്ളൊരു സംഭവം നമുക്ക് മാറി കിട്ടും. പെർഫോമൻസ് നന്നായിട്ടുണ്ട്, പക്ഷേ പടം വിചാരിച്ചത്ര സുഖമൊന്നുമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു മേക്ക് ചെയ്തുള്ള ഒരു പടമാണ്. കഥകളുടെ കാര്യം വെറൈറ്റി കഥയാണ്, ഒന്നുകൂടി നന്നാക്കായിരുന്നു. അത്രേ ഉള്ളൂ. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റ് ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല വർക്കിംഗ് ആയിട്ടുണ്ട്. പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല കളറിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. നല്ല മാപ്പിളപ്പാട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ പാട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള മൂവിയായിട്ടാണോ തോന്നിയത്? വെരി ഗുഡ്. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഗുഡ്, സൂപ്പർ. അതായത് മുസ്ലിം ഞങ്ങളുടെ ഇടയിൽ നമ്മളെ പോലും അറിയാത്ത ഒരു സംഭവമാണ് ഈ ഇടക്കെട്ടെന്ന് പറയുന്നത്. ഈ ഇടക്കെട്ട് വരുത്തി വെക്കുന്ന ചില സംഭവങ്ങൾ ആണ് ഇതിനകത്ത് കൊടുത്തത്. നല്ല കോമഡിയാണ്. ആദ്യം ഫസ്റ്റ് ഹാഫൊക്കെ നല്ല കോമഡിയാണ്, പക്ഷേ എല്ലാ കോമഡി താരങ്ങളെയും നമുക്കന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളും മോശമല്ല. ബാക്ക്ഗ്രൗണ്ട് ആയാലും പാട്ടുകളായാലും മാപ്പിളപ്പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടുള്ള പല പാട്ടുകളും വീണ്ടും കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. നല്ലായിരുന്നു. ഞാൻ പടം 3 ദിവസം മുമ്പ് ക്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ജഡ്ജ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അതിൽ ചില തമാശകൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു വർക്കാവുന്നു. പക്ഷേ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷയെക്കാളും നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ അത് ഒരു വലിയ സന്തോഷം. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നന്നായി വന്നിട്ടുണ്ട്. സിനിമ ഒരുപാട് ലോങ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലോങ് ആയിരുന്നു. ഡയറക്ടർ അത് ഭംഗിയായി അത് ട്രിം ചെയ്ത് നല്ലൊരു വേർഷനാക്കി നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഒരുപാട് ഫൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടൊരു ഡിഫറെൻറ്റ് ഒരു പെർഫോമൻസിന് ശേഷം വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ പ്രേക്ഷകർക്കൊപ്പം? ஆக்சுவலி எனக்கு ரொம்ப சந்தோஷமாக இருக்குது தட் யூனோ ரொம்ப வருஷம் கழிச்சு என்னோட மூவி பிக் ஸ்க்ரீனில் மலையாளம் சினிமா மலையாளம் மக்களுக்காக ரிலீஸ் ஆகிருக்கு. அண்ட் இதுக்கு பெரிய தேங்க்ஸ் டு பென்சி ப்ரொடக்ஷன், நம்ம சார் தான், நாசர் சார் தான். அண்ட் கண்டிப்பாக விஷுவல்ஸ் அண்ட் கேமரா ஒர்க் அண்ட் டைரெக்ஷன் ரொம்பவே நல்லாயிருக்கு. பிகாஸ் ஷூட்டிங் பண்ணும்போது நம்மளுக்கு கொஞ்சம் தான் தெரியும். ஸோ ஓவரால் ஸ்டோரி தெரியும், பட் ஃபுல் விஷுவல்ஸ் பார்க்கும்போது அவ்வளோ சாட்டிஸ்ஃபேக்ஷனாக இருக்குது, அவ்வளோ ஹாப்பியாக இருக்குது. டான்ஸ் இருக்கட்டும், ஸ்டன்ஸ் இருக்கட்டும், ரொம்ப நிறைய அடி வாங்கியிருக்கேன் ஸ்டன்ஸில். ஸோ ரொம்ப தூங்காமல் சாப்பிடாமல் கஷ்டப்பட்டுட்டு நாங்கள் பெர்ஃபார்மன்ஸ் பண்ணோம். பிகாஸ் அந்த லாஸ்ட் சீன் பார்த்துருப்பீங்க. ஸோ நீங்கள் தான் படம் பார்த்தீங்களா? ஸோ எவ்வளோ டைம் கழிச்சு ஒரு ஃபீமேலுக்கு அவ்வளோ ஸ்டன்ஸ் கொடுத்துருக்காங்க மலையாளம் சினிமாவில். ஸோ ஐ எம் வெரி ஹாப்பி, ரொம்ப சந்தோஷமாக இருக்குது. பிக் தேங்க்ஸ் டு மை என்டையர் காஸ்ட் அண்ட் க்ரூ அண்ட் டெஃபினெட்லி டு ஆர் ப்ரொடக்ஷன். நீங்கள் எல்லோரும் படம் பாருங்கள், சப்போர்ட் பண்ணுங்கள். மொத்த காஸ்ட் நிறைய ஹார்ட் ஒர்க் போட்டிருக்காங்க. ஸோ ப்ளீஸ் டூ சப்போர்ட் அஸ். നല്ല മൂവിയാണ്. ഇപ്പോൾ ന്യൂ ജനറിന് പറ്റിയ പടം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം. നല്ല മേക്കിംഗ്, നല്ല ഫൈറ്റ്, നല്ല ഹ്യൂമറുണ്ട്, നല്ല കോൺസെപ്റ്റുമാണ്. പടത്തിലെ നായിക പറയട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ നമ്മളല്ല പ്രേക്ഷകരല്ലേ പറയേണ്ടത്. നമ്മുടെ നായിക അല്ലല്ലോ, ശ്രവണ പറഞ്ഞോട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത്. ഷൂട്ട് ചെയ്ത് പോയി പിന്നെ ഡബ്ബിങ്ങിൽ ചെറുതായി കണ്ടതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ അത് കണക്ട് ചെയ്തതെന്നൊക്കെ ഇപ്പോൾ സിനിമ കാണുമ്പോഴാണ് പ്രേക്ഷകരെ പോലെ എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ക്യാരക്ടർ തന്നതിൽ ഡയറക്ടറിനോടും ഞങ്ങളുടെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരും ബാക്കിലിരുന്ന് ഇമോഷൻസ് വർക്ക് ആവുന്നുണ്ട്. നല്ല സീക്വൻസ് കുറേ കാര്യങ്ങളുണ്ട്, ഫൈറ്റും മ്യൂസിക് സോങ്സൊക്കെ ഉണ്ട്.
എല്ലാം നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ സിനിമ ബെസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരാണ് ഇനി കാണേണ്ടത്. കാരണം ഇത് ഞങ്ങളെല്ലാം ചെറുപ്പക്കാരൊക്കെ കൂടെ ചെയ്യുന്ന ഒരുപാട് അഷ്കർക്കയും ഷഹീൻ ചേട്ടനും അതുപോലെ സാക്ഷിയും അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പ്രേക്ഷകർ ഈ സിനിമ കണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമേനെ പറ്റിയുള്ള അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. ഇതുവരെ നല്ല സപ്പോർട്ടായിരുന്നു. സോങ്ങൊക്കെ ഇറങ്ങിയപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റിനും താങ്ക് യു സോ മച്ച്. കുറേ അടിപൊളി സോങ്സ് ഉണ്ടായിരുന്നു. എൻ്റെ സീൻസ് നിങ്ങളാരെല്ലാം കണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ നിങ്ങളെല്ലാം അഭിപ്രായം പറയണ്ടേ. രസമുണ്ട്, സ്റ്റണ്ട് ഉണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, അതുപോലെ റൊമാൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കോമഡി ഉണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കാണാവുന്നൊരു നല്ല പടമാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഹീറോയിൻ്റെ അനിയത്തിയുടെ ക്യാരക്ടർ കണ്ടിരുന്നോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ല പടം. അടിപൊളി മൂവിയാണ്. റൊമാൻസ് ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും മൂവി കണ്ടില്ലേ? പ്രേക്ഷകരൊപ്പം ഇരുന്ന് കണ്ടിട്ട് സന്തോഷമുണ്ടായിരുന്നു. കാരണം നമ്മൾ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കാരണം എല്ലാവരും ഫാമിലി ഓറിയൻറ്റഡ് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടില്ല എല്ലാവരും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവരും കാണാനേ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ വേറെ ഒന്നും പറയാനില്ല. അഭിനയിച്ചവരല്ലേ നമ്മൾ. ഇപ്പോൾ നമ്മളെന്ത് പറയാനാണ്? അവരൊക്കെ വിളിക്കുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ ഷോ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ അടുത്തുള്ളത് ഷോ കഴിയുമ്പോൾ അറിയാം എന്താണ് സംഭവം. ഓക്കെ, താങ്ക് യു.